ബോണസ് കണ്ടന്റിൽ നമ്മളോടൊപ്പം സനീഷ് ഇളയിടത്ത് കൂടിയുണ്ട്. സനീഷ് ഏട്ടാ, ഒരുപക്ഷെ ഒരു ഔട്ട് ഓഫ് ദ ബ്ലൂ ആണ് പെട്ടെന്ന് ഈ സനാതനധർമ്മം കയറി വരുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു വിവാദം ഉണ്ടാകുന്നത്? അത് എന്താണ് ആ ചർച്ചയ്ക്ക് പിന്നിലുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം? നമുക്കറിയാം, ഈ സനാതനധർമ്മ വിവാദം അത് നേരത്തെ ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട്ടിൽ നടത്തിയതിന് ശേഷം വലിയ ചർച്ച രാജ്യമാകെ തന്നെ നടന്നതാണ്. അത് ഉദയനിധി സ്റ്റാലിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകൾ അവരവരുടെ നിലപാടിൽ ഉറച്ചു വന്നു. വലിയ തോതിൽ രാജ്യമാകെ ചർച്ചയുണ്ടായി. ഇവിടെ സനാതനധർമ്മം സംബന്ധിച്ച് അത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്താനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ദേശിച്ചത്. ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ പരിപാടിയോട് അനുബന്ധിച്ച് കഴിഞ്ഞ ദിവസമുള്ളത് നടന്നു. നമുക്കെല്ലാവർക്കും അറിയാം. അത് ഏതെങ്കിലും തരത്തിൽ പുതിയ ഒരു നിലപാടല്ല മുഖ്യമന്ത്രി പറഞ്ഞത്. എന്താണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രാഥമികമായുള്ള കാര്യം? മുഖ്യമന്ത്രി പറഞ്ഞത് ആ പാർട്ടിയുടെയും അദ്ദേഹത്തിൻ്റെയും ആ പാർട്ടിയുടെ മറ്റ് നേതാക്കളുടെയും എല്ലാ കാലത്തെയും നിലപാടാണ്. അതായത് ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തിൻ്റെ സന്യാസിയല്ല. സനാതനധർമ്മം എന്ന് CPM-ഉം ഇടതുപക്ഷ കക്ഷികളും പൊതുവിൽ പുരോഗമന പ്രസ്ഥാനങ്ങളാകെ മനസ്സിലാക്കിയിരിക്കുന്ന സനാതനധർമ്മം എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ആ സംഗതിയുടെ വക്താവായുള്ള സന്യാസിയല്ല ശ്രീനാരായണ ഗുരു എന്ന നിലപാട് അദ്ദേഹം പറയുകയാണ് ചെയ്തത്. പക്ഷേ അവിടെ അതിന് തൊട്ടു മുമ്പ് സച്ചിദാനന്ദ സ്വാമികൾ, ശിവഗിരിയുടെ അധ്യക്ഷൻ, അദ്ദേഹം പറഞ്ഞ ഒരു വിഷയത്തോട് കൂടെ ചേർത്ത് അദ്ദേഹം നേരത്തെ എഴുതിക്കൊണ്ടുവന്ന പ്രസംഗത്തിന് പുറത്ത് അദ്ദേഹം ഒരു അഭിപ്രായ പ്രകടനം നടത്തി. അതാണ് യഥാർത്ഥത്തിൽ ഈ താഴെത്തട്ടിൽ കൂടുതൽ ചർച്ചയായത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് അത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ പറയുന്ന ഷർട്ടിട്ട് അമ്പലത്തിൽ കയറാതിരിക്കുന്നതാണ് നല്ലത് എന്ന് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ പിണറായിക്ക് മുഖ്യമന്ത്രി കൊള്ളാമല്ലോ എന്ന് തോന്നുകയും അദ്ദേഹം ഈ അഭിപ്രായം കൊള്ളാം, എല്ലാവരും അങ്ങനെ ആലോചിച്ചാൽ നന്നായിരുന്നു എന്ന് പറയുകയും ചെയ്തു. യഥാർത്ഥത്തിൽ പിന്നീട് പക്ഷേ ചില ആളുകളത് മുഖ്യമന്ത്രി പറഞ്ഞതാണ് എന്ന മട്ടിലാണ് വ്യാഖ്യാനിക്കുകയും വലിയ ചർച്ചയാവുകയും ചെയ്തത്. അതായത് ഇപ്പോൾ പ്രതികരിക്കുന്ന എല്ലാ ആളുകളുടെയും വർത്തമാനങ്ങളിൽ അത് കാണാം. അതായത് ഈ ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള ആചാരപരമെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാലമായിട്ട് തുടരുന്ന പല ക്ഷേത്രങ്ങളിലും ഷർട്ട് അടിച്ചിട്ടുണ്ടല്ലോ നമ്മൾ കയറാൻ. അപ്പോൾ അതിനകത്ത് കയറിയിട്ട് ഭരണാധികാരിയായിട്ടുള്ള അവിശ്വാസിയായിട്ടുള്ള മുഖ്യമന്ത്രി അഭിപ്രായം പറഞ്ഞു. അഭിപ്രായം മാത്രമല്ല, നിലപാട് പറഞ്ഞു കളഞ്ഞു. അല്ലെങ്കിൽ അങ്ങനെ വേണമെന്ന് പറഞ്ഞു എന്നാണ് എന്നാൽ പൊതുവിൽ ചർച്ച ഇങ്ങനെ പുരോഗമിച്ച് വരുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഉണ്ടായത്. സച്ചിദാനന്ദ സ്വാമി എന്ന ഈ മേഖലയിൽ തന്നെ വിഹരിക്കുന്ന ഒരു സന്യാസി ശ്രേഷ്ഠൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുകയും ഇദ്ദേഹം ഇത് പറഞ്ഞല്ലോ, ഇതെല്ലാവർക്കും അഭിപ്രായം ഉണ്ടായിരുന്നു, നന്നായിരുന്നു, ഞാൻ അതിൻ്റെ കൂടെയാണ് എന്ന അഭിപ്രായ പ്രകടനം മുഖ്യമന്ത്രി നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ ആ അർത്ഥത്തിൽ അതൊരു ചർച്ചയിൽ ഇടപെടേണ്ടതാണ്, ചർച്ച ആ നിലയ്ക്ക് വരേണ്ടതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ ഈ ഷർട്ട് അടിച്ചിട്ട് ചില പഴയ അമ്പലങ്ങളുടെ അകത്ത് കയറിയിട്ട് ശരിക്കും അവിടെ എന്താണ് അമ്പലക്ഷേത്രത്തിനകത്ത് ഉള്ള ആ ഒരു പരിശുദ്ധപരമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ കാണണം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് പോലും ഈ ഷർട്ട് അഴിക്കാൻ മടിയുള്ള ആളുകൾക്ക് അങ്ങോട്ട് കയറാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾക്കെങ്കിലും അങ്ങനെ അഭിപ്രായമുണ്ട്. പക്ഷേ ആചാരപരമായിട്ട് ഷർട്ട് അഴിച്ചിട്ടാണ് കയറേണ്ടത് എന്നതുകൊണ്ട് ആ കാര്യത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ എല്ലാ കാര്യത്തിലും എന്ന പോലെ ഉണ്ടാകും. അപ്പോൾ ആ തരത്തിലുള്ള ചർച്ച ആ ഭാഗത്ത് നടക്കുകയാണ് ചെയ്യുക. എൻ്റെ പോയിൻ്റ് അതല്ല, നമ്മൾ പ്രത്യേകമായിട്ട് കാണേണ്ടുന്നൊരു കാര്യം, അത് യഥാർത്ഥത്തിൽ ചർച്ചയാവുകയും ചെയ്തു. സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട വിഷയം മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിച്ച അദ്ദേഹം എഴുതിക്കൊണ്ടുവന്ന പ്രസംഗത്തിലെ വിഷയമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ചർച്ചയാകേണ്ടത്. ചർച്ച വലുതായിട്ടാകുന്നതും അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റത് ടെലിവിഷൻ ചാനലുകളും മറ്റുമൊക്കെ ആദ്യ ദിവസത്തെ ചർച്ചയിൽ ഈ ഷർട്ടിലാണ് കയറി പിടിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നമുക്കിപ്പോൾ കാണാം, രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെല്ലാം വി.ഡി. സതീശനാണെങ്കിലും കെ സുധാകരനാണെങ്കിലും ഈ പറയുന്ന പിണറായി വിജയനാണെങ്കിലും കെ സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെ എല്ലാ പാർട്ടികളുടെയും 3 പ്രധാനപ്പെട്ട പാർട്ടികളുടെയും നേതാക്കൾ സനാതനധർമ്മം എന്നത് സംബന്ധിച്ചുള്ള നിലപാടിലാണ് പിടിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ കാണാവുന്നത് പോലെ CPM-ന് അവരുടെ സുഘടിതമായിട്ടുള്ള അഭിപ്രായമുണ്ട്. സനാതനധർമ്മം അശ്ലീലമാണ് എന്ന അങ്ങേയറ്റം എക്സ്ട്രീമായിട്ടുള്ള അടിയടിക്കാൻ MP ഗോവിന്ദൻ മാസ്റ്റർക്ക് ഒരു മടിയും ഉണ്ടായില്ല. അത് നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് അശ്ലീലം എന്ന് പറയുന്നത്? അമേദ്യ ജൽപ്പനമാണിത് എന്ന് കെ സുരേന്ദ്രൻ അവരുടെ നിലപാടിൽ നിന്നുകൊണ്ട് സനാതനധർമ്മ സന്യാസി തന്നെയാണ് ശ്രീനാരായണ ഗുരു എന്ന അഭിപ്രായം അങ്ങോട്ട് വെച്ചു. അവർ ഇരുവരും 2 പക്ഷങ്ങളായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇടയിൽ നിൽക്കുന്ന കോൺഗ്രസിനകത്ത് ഒരു കൗതുകമുള്ള എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസിൻ്റെ കെ സുധാകരൻ പിണറായി വിജയൻ സംസാരിച്ചിറങ്ങിപ്പോയ അതേ വേദിയിൽ കയറി എന്നിട്ട് പിണറായി വിജയൻ പറഞ്ഞ അതേ അഭിപ്രായം പറഞ്ഞു. അതായത് അന്ന് ഓർമ്മയില്ല, സനാതനധർമ്മം എന്നത് സനാതനധർമ്മ സന്യാസി അല്ല ശ്രീനാരായണ ഗുരു, ചാതുർവർണ്ണത്തിൻ്റെയും റാഞ്ചി കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ചാതുർവർണ്ണത്തിൻ്റെയും മറ്റും വക്താവായിട്ടുള്ള സനാതനധർമ്മ സന്യാസിയാക്കാൻ ചിലർ ശ്രമിക്കുന്നു, റാഞ്ചി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്ന അഭിപ്രായം പിണറായി വിജയൻ പറഞ്ഞ അതേ അഭിപ്രായം കെ സുധാകരൻ പറയുകയാണ്. ഏതാണ്ട് അതേ അഭിപ്രായം. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഓർമ്മയിൽ അവർ രണ്ടുപേരും ഒരേ അഭിപ്രായം പറഞ്ഞ ഒരു വിഷയമില്ല. അത് അന്ന് വലിയ വാർത്തയായിരുന്നു. പക്ഷേ വി.ഡി. സതീശൻ അങ്ങനെയല്ല, ചാതുർവർണ്ണയല്ല, സനാതനധർമ്മം എന്നത് ഇങ്ങനെ കുറ്റം പറയേണ്ടുന്നൊരു കാര്യമല്ല എന്ന് അതിശക്തമായിട്ട് വന്ന് പിണറായി വിജയനെ എതിർക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്നും അദ്ദേഹം ആ അഭിപ്രായത്തിൽ നിന്നു. അതായത് സനാതനധർമ്മം എന്നത് RSSകാർക്കും സംഘപരിവാരത്തിനും വിട്ടുകൊടുക്കേണ്ടുന്ന കാര്യമല്ല, അത് നമ്മുടെ വേദങ്ങളടക്കമുള്ള കാലത്ത് തൊട്ടുള്ള നമ്മുടെ സാംസ്കാരിക കൾച്ചറൽ മൂല്യമാണത് എന്ന് അദ്ദേഹം പറഞ്ഞ് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ കാണുന്നത് ശ്രീനാരായണ ഗുരു സനാതനധർമ്മ സന്യാസിയല്ല, സനാതനധർമ്മം എന്നത് അശ്ലീലമാണ് എന്ന ഒരു അഭിപ്രായം CPM-ന്. സനാതനധർമ്മം സന്യാസിയാണ് ശ്രീനാരായണ ഗുരു, സനാതനധർമ്മം എന്നത് ആദരിക്കപ്പെടേണ്ടതാണ് എന്ന അഭിപ്രായം BJP-ക്ക്.
രണ്ടുപേർ രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്നു. നടുവിൽ നിൽക്കുന്ന കോൺഗ്രസിനകത്ത് രണ്ട് അഭിപ്രായങ്ങൾ. ഒന്ന്, പിണറായിക്കൊപ്പം നിൽക്കുന്ന കെ സുധാകരൻ, ഇപ്പുറത്ത് കെ സുധാകരനും വി മുരളീധരനും, കെ സുരേന്ദ്രനും വി മുരളീധരനും ഒപ്പം നിൽക്കുന്ന വി ഡി സതീശൻ. ഇങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിൽ സനാതന ധർമ്മ ചർച്ച വന്ന് നിൽക്കുന്നത്. ആ ഘട്ടത്തിലൊരു കാര്യം ചോട്ടെ സനീഷ്, അതായത് നമ്മളിപ്പോൾ ഈ ചർച്ചകൾ നടക്കുമ്പോൾ പ്രത്യേകിച്ച് സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ശബരിമല വിഷയം നമുക്കറിയുന്ന സാഹചര്യമാണ്. അതൊന്നും ഈ കോൺഗ്രസിൻ്റെ നിലപാടിനെ സംബന്ധിച്ച് പല വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ CPM ഇങ്ങനെ തുറന്ന് അടിക്കുന്ന ഈ ഒരു നിലപാടിൽ CPM എന്ത് ഗുണമാണ്, അല്ലെങ്കിൽ എന്ത് രാഷ്ട്രീയ നേട്ടമായിരിക്കും ഈ ഒരു മുഖ്യമന്ത്രിയുടെ പ്രസംഗമായിക്കോട്ടെ, അതിനുശേഷമുള്ള പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണങ്ങളായിക്കോട്ടെ, പാർട്ടി നേതാക്കളുടെ പ്രതികരണമായിക്കോട്ടെ, അത് എന്ത് ഗുണമായിരിക്കും ഉണ്ടാക്കുക എന്നാണ്? അത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. അവർ ഗുണം പ്രതീക്ഷിച്ചായിരിക്കും ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നമ്മൾ വിചാരിക്കുക. ഇനി അതല്ല, ഇപ്പം ശബരിമലയിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഈ അഭിപ്രായമല്ലാതെ CPM പറയാൻ സാധ്യമല്ല. ഇപ്പം പിണറായി വിജയൻ വന്നിട്ട് ശ്രീനാരായണ ഗുരു ഒരു സനാതനധർമ്മ സന്യാസിയായിരുന്നു എന്ന് പറയുക എന്ന് വെച്ചാൽ പിന്നെ CPM അല്ല, നമ്മൾ ഉപ്പിനകത്ത് ഉപ്പ് രുചിയില്ല എന്ന് പറഞ്ഞ പോലെയാവും. അപ്പോൾ അവരുടെ രാഷ്ട്രീയ നിലപാടാണ് അവർ വന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഞാൻ പല ടെലിവിഷൻ ചാനലുകളും ന്യൂസ് ചാനലുകളും നടത്തിയ അതിനകത്തെ ചർച്ചകളെല്ലാം ഞാൻ കുറച്ച് നേരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്തെല്ലാം ഈ ശബരിമല വിഷയത്തിൽ ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചതുകൊണ്ട് CPM ആകെ തിരിച്ചടി ഉണ്ടായി എന്നെല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഒരു തിരിച്ചടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പോയിട്ട് ഇതിന് തുടരണോ എന്നാണ് അവർ ചോദിക്കുന്ന ചോദ്യം. യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ ശബരിമലയിൽ തിരിച്ചടി ഉണ്ടായി എന്ന് പറയുന്ന ഈ CPM ഈ ഇടതുപക്ഷമാണ് വീണ്ടും അധികാരത്തിൽ വന്നത്, അല്ലേ? വീണ്ടും അധികാരത്തിൽ വന്നത്. അപ്പോൾ എവിടെയാണ് തിരിച്ചടി? ഈ സർക്കാർ, അതായത് ഈ മലയാളികൾ, ഇതേ ശബരിമല കാണുന്ന ആളുകൾ, ശബരിമലയിൽ CPM എടുത്ത നിലപാട് കണ്ട ആളുകൾ തന്നെ ഇവരെ തെരഞ്ഞെടുത്തു. അപ്പോൾ തിരിച്ചടി എന്ന് പറയുന്നത് ഈ മാധ്യമങ്ങളുടെ വിശകലനങ്ങൾക്കകത്ത് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ നിലപാടിൽ തന്നെ നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ ആളുകൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ കാരണം കൊണ്ടല്ല അവരെ നാളെ അവർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോവുകയാണെങ്കിൽ അവരെ പരാജയപ്പെടുത്തുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരിപ്പോഴും എല്ലാം ഈ സനാതന ധർമ്മം സംബന്ധിച്ച് ഒരേ നിലപാടിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരം വിശ്വാസപരമായുള്ള കാര്യങ്ങളിൽ ഒരേ നിലപാടിലാണ് നിൽക്കുന്നത്. സനാതനധർമ്മം എന്നതിനെ CPM ഇടതുപക്ഷ കക്ഷികളും പ്രധാനമായിട്ടും കാണുന്നത് ഈ അതോടൊപ്പം ചേർന്ന ചാതുർവർണ്ണ വ്യവസ്ഥയും നമുക്കറിയാവുന്ന പോലെ ജാതി വ്യവസ്ഥകളുടെയും ഒക്കെ ഒരു സമാഹാരമായിട്ടാണ്. ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന, ഒരിക്കലും മാറാത്ത സനാതനമായിട്ടുള്ള ഒരു ധർമാവസ്ഥയാണ്. അതിനകത്ത് സനാതനത്വം എന്ന് CPM ഇടതുപക്ഷ കക്ഷികളും ഒക്കെ കാണുന്നത്, അതിലെ സനാതനത്വം ഒരിക്കലും മാറാത്തത് അതിനകത്ത് ശ്രേണീകൃതമായിട്ടുള്ള ഈ പറയുന്ന എന്താണ് പറയുക, വർണ്ണ ശ്രേണിയാണ്. അതായത് ശ്രേണീകൃതമായിട്ടുള്ള അസമത്വം. അതാണ് അംബേദ്കറുടെ പ്രയോഗം, ശ്രേണീകൃതമായിട്ടുള്ള അസമത്വം. ഈ ബ്രാഹ്മണർ, ശൂദ്രർ, വൈശ്യർ എന്ന് പറയുന്ന ഈ ഏർപ്പാട്. അപ്പോൾ ഇതിനകത്ത് എന്ന് വെച്ചാൽ ഒരാൾ മറ്റേയാളേക്കാൾ കുറഞ്ഞ ആളാണ്. ഗൗതം എന്നേക്കാൾ കുറഞ്ഞ ആളാണ് ഞാൻ, എന്നേക്കാൾ കുറഞ്ഞ താഴെ ആളുകളുണ്ട്. ഈ പറയുന്ന ശ്രേണീകൃതമായിട്ടുള്ള അസമത്വത്തിൻ്റെ ആകത്തുകയാണ് ഇടതുപക്ഷ പാർട്ടികളും കക്ഷികളും ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകളും സനാതനധർമ്മമായിട്ട് കാണുന്നത്. സനാതനധർമ്മം അങ്ങനെയാണെങ്കിൽ എതിർക്കപ്പെടേണ്ടതാണ്. ആ ഭാഗത്തു നിന്നാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടതാണ്. ഞാൻ ഹിന്ദുവല്ല, ഞാൻ മതം ജാതി ഭേദം വിട്ടിട്ട് സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, തനിക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് എന്നൊക്കെ പറഞ്ഞ ശ്രീനാരായണ ഗുരു യഥാർത്ഥത്തിൽ ആ സനാതന ധർമ്മത്തിൻ്റെ ആളല്ല എന്നത് വളരെ വ്യക്തമാണ്. ആ ഭാഗത്ത് നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹം അതിൻ്റെ ആളേ അല്ല. ആ ഹിന്ദുമതത്തിൻ്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറഞ്ഞൊരാൾക്ക് ശ്രേണീകൃതമായിട്ട് പല ജാതികളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സംഗതിയുടെ ആളാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹം നിശ്ചയമായിട്ടും നിങ്ങൾ അങ്ങനെയാണ് നോക്കുന്നതെങ്കിൽ, ആ ഭാഗത്തു നിന്നാണ് നോക്കുന്നതെങ്കിൽ അദ്ദേഹം അതിൻ്റെ സന്യാസി വര്യനേ അല്ല. പക്ഷേ അതേസമയം ഇപ്പുറത്ത് നിൽക്കുന്ന BJP-ക്കാരെ ഒക്കെ നോക്കുകയാണെങ്കിൽ സനാതനധർമ്മം എന്നത് അവർ വിചാരിക്കുന്നത് ഇതിൻ്റെ മൊത്തം എല്ലാത്തിൻ്റെയും ഒരു കൾമിനേഷനായിട്ടാണ്. ഉദാഹരണത്തിന് അംബേദ്കർ അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളിലും പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഈ പറയുന്ന, അല്ലെങ്കിൽ അംബേദ്കറിൻ്റെ ജീവിതം തന്നെയും നമ്മുടെ ഭരണഘടന ഉണ്ടാക്കാൻ കാരണമായ കാര്യങ്ങൾ പോലും ബുദ്ധമതം, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തിയറി ബുദ്ധമതവും ഹിന്ദുമതവും തമ്മിലുള്ള ഫൈറ്റിൻ്റെ ചരിത്രമാണ് ഇന്ത്യയുടെ ചരിത്രം എന്നാണ്. അതായത് ഹിന്ദുമതം എന്ന് നമ്മൾ ഇപ്പോൾ വിളിക്കുന്ന ബ്രാഹ്മണിക്കൽ മതം, ആ മതം മനുഷ്യരെ തട്ടുതട്ടായി തിരിച്ചിരിക്കുന്നു. ചെറിയവൻ, വലിയവൻ, അതിനേക്കാൾ ചെറിയവൻ, നിങ്ങൾ തട്ടുതട്ടായി തിരിച്ചിരിക്കുന്നു. ബുദ്ധമതം എല്ലാവരെയും ഒരുപോലെയാണ് പരിഗണിക്കുന്നത്. ഈവൻ സ്ത്രീകളെ പോലും, അക്കാലത്ത് വ്യത്യസ്തമായുള്ള സ്ത്രീകൾക്ക് പോലും പുരോഹിതരാകാൻ ശേഷിയുള്ള എല്ലാവരെയും സമത്വമാരായി കാണുന്നൊരു കാര്യമാണ് ബുദ്ധമതം. ഈ ബുദ്ധമതം ഹിന്ദുമതത്തിലെ കുഴപ്പങ്ങൾ പരിഹരിക്കാനായിട്ട് വന്നതാണ്. എന്നിട്ട് ഇവർ തമ്മിൽ ഫൈറ്റായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു പിന്നീട്? ഇപ്പോഴൊക്കെ നമ്മൾ നോക്കുമ്പം ഹിന്ദുമതത്തിൻ്റെ ഒരു ഉപഭാഗമായിട്ടാണ്, ഒരു വിഭാഗമായിട്ടാണ് ബുദ്ധമതത്തെ തന്നെ നമ്മൾ പരിഗണിക്കുന്നത്. ബുദ്ധമതവും ജൈനമതവും ഒക്കെ നമ്മുടെ ഈ മഹത്തായ ഭാരത സംസ്കാരത്തിലെ ഹിന്ദുമതത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണെന്ന ഈ ഹിന്ദുമത രാഷ്ട്രീയം പറയുന്ന ആളുകൾ പറയുന്നത്. അപ്പോൾ അതിനെ സ്വാംശീകരിക്കുക ചെയ്യുക. അപ്പോൾ ഏതാണ്ട് അതുപോലെ ഇതെല്ലാം സ്വാംശീകരിക്കപ്പെട്ടതുപോലെ ഈ ശ്രേണീകൃതമായിട്ടുള്ള അസമത്വത്തിനും ജാതിക്കും മതത്തിനും ഒക്കെ എതിരെ സംസാരിച്ച, ഞാൻ ഹിന്ദുവല്ല എന്ന് പറഞ്ഞ, ഒരു മതജാതി വിഭാഗങ്ങളും ഞാൻ ഉൾപ്പെടുന്നില്ല എന്ന് പറയുന്ന ശ്രീനാരായണൻ കൂടെ ഉൾപ്പെട്ടതാണ്
ഈ സനാതനധർമ്മം എന്ന് ഞങ്ങൾ കാണുന്നത് എന്നാണ് BJP പറയുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഇങ്ങനെയും വ്യാഖ്യാനം അവർ ഈ വിശാലതയിലേക്ക് അദ്ദേഹത്തെ കൂടി വെക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ സനാതനധർമ്മം എന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരു കൂടെ ഉൾപ്പെടുന്ന സനാതനധർമ്മമാണ് എന്നാണ് അവർ പറയുന്നത്. ഇത് ക്ലിയർ കട്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ്. നിങ്ങൾക്ക് ഏത് ഭാഗത്ത് നിന്നാലും ഗൗതം ഇപ്പോൾ BJPയുടെ ഭാഗത്താണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ശരിയാണല്ലോ എന്ന് തോന്നും. ഇപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ അത് ശരിയാണല്ലോ. അത് ഓരോരുത്തരുടെ രാഷ്ട്രീയ ധാരണയനുസരിച്ചും രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിനനുസരിച്ച് ഇവിടെ ഇതിനുള്ള ആശയക്കുഴപ്പം ഇപ്പോൾ സനീഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തുള്ള ആശയക്കുഴപ്പം രണ്ട് സ്ഥലത്ത് നിന്ന് ഇതിനെ കൃത്യമായി പരിശോധിച്ചാൽ നമുക്ക് ഉത്തരവുണ്ട്. പക്ഷേ കോൺഗ്രസ് ഇവിടെ പെട്ടിരിക്കുകയാണ്. കോൺഗ്രസിനകത്ത് അവരെപ്പോഴും പറയുന്ന പോലെ വലിയ വിശാല ജനാധിപത്യമുള്ള സ്ഥലമാണ്. കോൺഗ്രസിനകത്ത് ഈ പറയുന്ന ശ്രീനാരായണ ഗുരു ഹിന്ദു മതത്തിലെ അല്ലെങ്കിൽ സനാതനധർമ്മം എന്ന് വിളിക്കപ്പെടുന്ന കുഴപ്പം പിടിച്ച കാര്യങ്ങളുടെ എതിർ ചേരിയിലാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പുറത്തെന്നാൽ ശ്രീനാരായണ ഗുരു അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. VD സതീശൻ അങ്ങനെ വിചാരിക്കുന്ന ആളാണ്. VD സതീശൻ അങ്ങനെ പറയുമ്പോൾ പക്ഷേ ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ VD സതീശനാണ് തെറ്റ്, കെ സുധാകരൻ ശരിയാണെന്ന് ഞാൻ പറയും. അത് നമ്മുടെ അഭിപ്രായത്തിൻ്റെ ഒരു നമ്മുടെ നിലപാടിൽ നിന്നുള്ള ഒരു നോട്ടമാണ്. പക്ഷേ സതീശ് എന്തിനായിരിക്കും അത് പറയുന്നത്? അതായത് നമ്മുടെ സമൂഹത്തിനകത്ത് BJP അല്ലെങ്കിൽ ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട വോട്ട് ആവേശം ഉണ്ടാക്കുന്ന മനുഷ്യർ, അതൊരു പ്രധാനപ്പെട്ട കാരണം വോട്ട് ചെയ്യാനുള്ളതായിട്ട് വരുന്ന മനുഷ്യരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഒരുപക്ഷെ ആ വോട്ട് എന്നതും അദ്ദേഹത്തെ അതിലേക്ക് പ്രേരിപ്പിക്കുന്നുണ്ടാകണം. എന്നാൽ അതുതന്നെയാണ് പിണറായി വിജയനും CPM-ഉം ഇപ്പോൾ ഇങ്ങനൊരു ശിവഗിരിയിലെ വേദിയിൽ പോയിട്ട് ഞാനിത് പറയണം എന്ന തീരുമാനമെടുക്കുന്നതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഈ ഇസ്ലാമിക ഈ ലോക്സഭാ ഇലക്ഷനിൽ തിരിച്ചടി ഉണ്ടായതിനു ശേഷം അവർ ജമാഅത്തെ ഇസ്ലാമിക്കുമെതിരെ അതിശക്തമായിട്ട് ആഞ്ഞടിച്ചു. അതായത് ഇസ്ലാം മതത്തിനകത്തെ കുഴപ്പം പിടിച്ച പ്രശ്നങ്ങളെന്ന് അവർ കാണുന്ന സംഘടനകൾക്കെതിരെ അതിശക്തമായിട്ടുള്ള യുദ്ധം അവർ പ്രഖ്യാപിച്ചത്. ഇത് ശിവഗിരിയിൽ പോയി നിന്നിട്ട് വളരെ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുക എന്ന് മറ്റുള്ളവർ വിചാരിക്കുന്ന ഒരു അഭിപ്രായ പ്രകടനം അവർ അവിടെയും നടത്തി. അപ്പോൾ സമൂഹത്തിലാകെ അവർ ഉയർത്തിവിട്ടിരിക്കുന്ന ചർച്ച നടക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇവിടെ മതപരമായിട്ടുള്ള ചർച്ചകൾ പോലും ഇടതുപക്ഷ പാർട്ടിയായിട്ടുള്ള CPI-എമ്മാണ് മുന്നോട്ട് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം അവർക്ക് അനുകൂലമായിട്ടുണ്ട്. അതായത് അവിശ്വാസിയാണ് പിണറായി വിജയൻ. നിങ്ങൾ അവിടെ പോയിട്ട് അവിടെ എന്താ കാണുന്നത് എന്ന് അമ്പലത്തിലെ വിഗ്രഹത്തെ ചൂണ്ടി ചോദിക്കുന്നില്ലേ പിണറായി വിജയൻ എന്നാണ് കെ സുരേന്ദ്രൻ ചോദിച്ചത്. വി മുരളീധരനും ഏതാണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിശ്വാസിയായ ആളുകൾക്ക് നിങ്ങൾക്ക് എന്താ ഇതിൽ കാര്യം എന്ന് ചോദിക്കുന്നു. പക്ഷേ അവിശ്വാസിയായിട്ടുള്ള പിണറായി വിജയൻ അവിടെ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ വിശ്വാസികൾക്കടക്കം ചർച്ചയാവുന്ന ഒരു വിഷയത്തെ കേരളത്തിന് അന്തരീക്ഷത്തിലേക്ക് വിടുകയാണ്. അപ്പോൾ അവരുടെ കരുത്ത് രാഷ്ട്രീയമായിട്ട് ചർച്ച നടത്താനുള്ള കരുത്ത് വീണ്ടും പ്രദർശിപ്പിക്കേണ്ടതെന്നാണ് ഞാൻ കാണുന്നത്. അപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഇതൊരു പൊളിറ്റിക്കൽ ഡയലോഗാണ്, ഒരു ഡയലക്റ്റിക്കൽ സ്റ്റേജിലാണ് ഇപ്പോൾ ഇതുള്ളത്. പക്ഷേ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസിനകത്ത് ഈ വിശാല ജനാധിപത്യം പറയുന്നതിൻ്റെ ഭാഗമായി രണ്ട് കൂട്ടരുണ്ടെന്നൊക്കെ വിചാരിച്ചാൽ പോലും നിലവിലെ വർത്തമാന രാഷ്ട്രീയ സാഹചര്യം, അത് പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നിലപാട് ഒരിക്കലും അവർ പണ്ടൊരു നിലപാടെടുത്തതിൻ്റെ പേരിൽ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ കേൾക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ശബരിമല സുവർണ അവസരമാണെന്നുള്ള പ്രതികരണത്തിൽ BJP നിൽക്കുമ്പോൾ അന്ന് കോൺഗ്രസിൻ്റെ നിലപാട് ചർച്ചയായി. VD സതീശനെതിരെ ഉള്ള നിലവിൽ തന്നെയുള്ള ചില സാമുദായിക സംഘടനകളുടെ നിലപാടുകളൊക്കെ പ്രശ്നമായിട്ട് പുറത്തു വരുന്നുണ്ട്. ഒപ്പം സതീശേട്ടൻ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇടതുപക്ഷം അല്ലെങ്കിൽ CPM വളരെ കൃത്യമായി തന്നെ എല്ലാ വർഗീയതയ്ക്കെതിരെയും വിമർശനം ഉന്നയിക്കുക എന്നുള്ള തരത്തിലേക്ക് എല്ലാ മതങ്ങളിലെയും വർഗീയ സംഘടനകൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്ന നിലയിലേക്കും പോയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ദൂരവ്യാപകമായി പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്ന നിലപാട് അല്ലെങ്കിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ പാർട്ടികൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അത് വരും കാലഘട്ടങ്ങളിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നായിരിക്കും? അല്ല, അതിൽ കോൺഗ്രസ് എന്തെങ്കിലും ക്ഷീണം ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കോൺഗ്രസ് എല്ലാ കാലത്തും ഈ നിലപാട് ഒരു മധ്യവർഗ നിലപാട്, അതായത് പൂർണ്ണമായിട്ട് ഇത്തരം സംഗതികൾ തള്ളിപ്പറയുന്ന നിലപാടല്ലോ അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഓർമ്മയുണ്ട് കോൺഗ്രസ് നേതാക്കൾ പലരും ശബരിമലയിലെ സ്ത്രീ പ്രവേശനം അനുകൂലമായിരുന്നു. വിധി വന്നപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ച ആളുകളുണ്ട്. അതിപ്പോൾ BJP തന്നെ എങ്ങനെയായിരുന്നു. രാഹുൽ ഗാന്ധി വളരെ ശക്തമായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടും അഭിപ്രായം പ്രകടിപ്പിച്ച ആളാണ്. കെ സുരേന്ദ്രൻ തന്നെയും പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ പക്ഷേ അവർക്കതിന് പിന്നോട്ട് പോകാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അതിനും കൂടെ ആളുകൾ വന്നല്ലോ. അപ്പോൾ കോൺഗ്രസ്സിന് അങ്ങനെ ഒരു നിലപാടെടുക്കാവുന്ന സാഹചര്യമുണ്ട്. പിന്നെ സനാതനധർമ്മം എന്ന് കേൾക്കുമ്പോൾ എന്താ തോന്നുക? നമുക്ക് സനാതനധർമ്മം എന്ന് വെച്ചാൽ ആ വാക്കിനൊരു ഗരിമയുണ്ട്. സനാതനം എന്ന് വെച്ചാൽ അതിഗംഭീരമായിട്ടുള്ള വാക്കാണല്ലോ. സനാതനം എന്നേക്കുമായിട്ട് നിലനിൽക്കുന്നത്. ഇപ്പോൾ ശ്രീനാരായണ ഗുരു തന്നെയും സനാതനം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്, സനാതനധർമ്മം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പലയിടങ്ങളിലായിട്ട് വായിച്ചത്. അതായത് അദ്ദേഹം പറയുന്ന എല്ലാ മതങ്ങൾക്കകത്തും അദ്ദേഹം പറഞ്ഞായിട്ട് ഞാൻ വായിച്ചത് എല്ലാ മതങ്ങളിലും സനാതനമായുള്ള ചില മൂല്യങ്ങളെ വെക്കുകയാണ്. ഇപ്പോൾ നന്മ എന്ന് വെച്ചാൽ സനാതന മൂല്യമാണ്. സ്നേഹം എന്ന് വെച്ചാൽ സനാതനമായൊരു മൂല്യമാണ്. സാഹോദര്യം സനാതന മൂല്യമാണ്. ഇസ്ലാമിനും ക്രിസ്ത്യാനിറ്റിക്കും മറ്റു മതങ്ങൾക്കെല്ലാം ചില സനാതന മൂല്യങ്ങളുണ്ട് എല്ലാ കാലത്തും നിലനിൽക്കുന്നത്. ഒരാളോട് മനുഷ്യനോട് സ്നേഹം വേണം, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു സ്നേഹിക്കുക എന്ന് വെച്ചാൽ സനാതനമായ മൂല്യമാണ്. അപ്പോൾ സനാതനം എന്ന വാക്കിന് ഒരു ഗരിമയുണ്ട്, ഒരു ബഹുമാന്യതയുണ്ട്. സനാതനധർമ്മം എന്ന് പറയുന്നതിനും ആ ബഹുമാന്യതയുണ്ട്. പക്ഷേ ആ സനാതനധർമ്മം അതുകൊണ്ട് തന്നെ MB ഗോവിന്ദൻ മാസ്റ്റർക്ക് സനാതനധർമ്മം അശ്ലീലാണ് എന്ന് പറഞ്ഞിട്ട്
അങ്ങ് പോയിട്ട് പിന്നീട് വിശദീകരിച്ചാൽ മതി. സനാതനധർമ്മം എന്ന് വെച്ചാൽ ഇവർ ഈ പറയുന്നത് ആളുകളെ ഇങ്ങനെ മനുഷ്യരെ ചെറുതും വലുതുമാക്കുന്ന ഈ മോശം ഏർപ്പാടിന് പറയുന്ന ചാതുർവർണ്ണത്തിന് പറയുന്ന പേരാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ച് അദ്ദേഹത്തിൻ്റെ കാര്യം കഴിഞ്ഞു. ആ പാർട്ടിക്ക് അതിനുള്ള അധികാരവും അവകാശമുണ്ട്. അവരങ്ങനെയാണ് ശീലിച്ചു വന്നിരിക്കുന്നത്. ജനമത് വെച്ചു കൊടുക്കും. പക്ഷേ കോൺഗ്രസ്സുകാർ സനാതനധർമ്മം അശ്ലീലമാണെന്ന് വി ഡി സതീശൻ പറഞ്ഞാൽ അത് പറ്റില്ല. അത് കെ സുധാകരനും പറ്റില്ല. കെ സുധാകരന് പറ്റിയ ആകപ്പാടെ ചാതുർവർണ്ണയത്തിൻ്റെ ആളാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞ് സനാതനധർമ്മക്കാർ അദ്ദേഹത്തെ റാഞ്ചി കൊണ്ടുപോവുകയാണ് എന്നൊരു അഭിപ്രായം പറയാൻ പറ്റുമെന്നല്ലാതെ സനാതനധർമ്മമാകെ അശ്ലീലമാണെന്ന് പറയാൻ കോൺഗ്രസിലെ നേതാക്കൾക്ക് ആർക്കും സാധിക്കുകയില്ല. ഓരോ പാർട്ടികൾക്കും അവരവരുടേതായിട്ടുള്ള ചില അടിത്തറകളുണ്ട്. ആ നിലപാട് തറകളിൽ നിന്നുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് മുന്നോട്ട് പോകും. നമ്മൾ ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള, ഫിലോസഫിക്കലായിട്ടുള്ള, മതപരമായിട്ടുള്ള, റിലീജിയസ് ആയിട്ടുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ കടക്കും എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത്. ഇതിവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ.